FCRA നിയമ ഭേദഗതി ബിൽ ആയുധമാക്കി LDFും UDFും. FCRA ഭേദഗതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും നിയമ ഭേദഗതി അനുവദിക്കില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ FCRA നിയമ ഭേദഗതിയിൽ വെട്ടിലായിരിക്കുകയാണ് കേരളത്തിലെ BJP. വിവാദം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കോൺഗ്രസ് ക്യാപ്സ്യൂളാണെന്ന് വി മുരളീധരൻ വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വിവാദം, അതിനപ്പുറത്ത് ഇതിന് യാതൊരു അർത്ഥമില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കപ്പെടുന്നത് കൊണ്ടോ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ കൃത്യമായിട്ടുള്ള കണക്ക് വെക്കുന്ന ആൾക്കാരാണ്. കൃത്യമായിട്ട് കണക്ക് വെക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമില്ല. നിയമത്തിന് നിരക്കാത്ത ഏത് കാര്യം ചെയ്താലും കോടതികൾക്ക് ഇടപെടാം. ഇന്ത്യയിൽ അങ്ങനെ നിയമത്തിന് ലംഘിച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇന്ത്യയിൽ നടപ്പിലാവില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ തവണ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ക്യാപ്സ്യൂളാണ് കോൺഗ്രസിൻ്റെ ക്യാപ്സ്യൂൾ. കുറേ കാലം മണിപ്പൂറായിരുന്നു. ഇപ്പം മണിപ്പൂർ ഫലവത്താവുന്നില്ല, വിലപ്പോവില്ല എന്ന് വന്നപ്പോൾ പുതിയതായിട്ടുണ്ടാക്കിയതാണ് FCRAയിൽ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്ക എന്ന് പറയുന്നത്. TV പ്രസാദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് പ്രസാദ്. ഇതൊരു ക്യാപ്സ്യൂളാണ് കോൺഗ്രസിന്റെ എന്ന് പറയുമ്പോഴും ക്രൈസ്തവ സഭകൾ ഉന്നയിക്കുന്ന വിഷയത്തിൽ അവരുടെ പ്രതിഷേധത്തിൽ ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനൊരു മറുപടി അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി അടക്കം നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇത് സ്വാഭാവികമായിട്ടും ആയുധമാക്കുമല്ലോ LDFും UDFും? ശ്രുതി, ഗുഡ് മോർണിംഗ്. ഉറപ്പായും LDFും UDFും ആയുധമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ആദ്യം ഇത്തരം വിഷയങ്ങളൊന്നും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉണ്ടായില്ല എങ്കിൽ പ്രചരണം അതിന്റെ ആവേശത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് FCRA നിയമ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നത്. അത് പ്രധാനമായും ബാധിക്കുന്നത് ക്രിസ്തീയ സഭകൾക്കാണ്, ക്രൈസ്തവർക്കാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അവർ അതിശക്തമായ പ്രതിഷേധം അതിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇന്നലെ ക്ലിമിസ് കാത്തോലിക്ക ബാവ നടത്തിയ വാർത്താ സമ്മേളനം അതിനൊരു തെളിവാണ്. കാരണം ക്രൈസ്തവർ കടുത്ത പ്രതിസന്ധിയിലാണ് എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചത്. ഒരു കാരണവശാലും ഈ നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ക്രൈസ്തവരെ കൂടെ നിർത്തി വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിന് കനത്ത തിരിച്ചടിയായേക്കാവുന്ന ഒരു തീരുമാനമാണ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായത്. എങ്ങനെയാണ് BJP അതിനെ പ്രതിരോധിക്കുക എന്ന കാര്യം അറിയില്ല. അല്പസമയം മുമ്പ് വി മുരളീധരൻ പറഞ്ഞതുപോലെ ഇത് തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാക്കിയ ഒരു വിവാദമാണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിലും ക്രൈസ്തവ സഭകൾക്കിടയിൽ കടുത്ത അതൃപ്തിയാണ് ഇത് സംബന്ധിച്ചുണ്ടാക്കിയത്. അത് വലിയ പ്രതിസന്ധിയായി മാറുന്നു. അതേസമയം ഇത് രാഷ്ട്രീയ നേട്ടമായി മാറ്റാനുള്ള നീക്കമാണ് LDFും UDFും നടത്തുന്നത്. നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകരുതെന്ന് ഇതിനകം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ എല്ലാം കേരളത്തിലെ ക്രിസ്തീയ സഭകൾ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടിയിരുന്നു. പക്ഷേ അതെല്ലാം ഒരു പരിധിവരെ തണുപ്പിക്കാൻ ഇവിടുത്തെ BJP നേതൃത്വത്തിന് കഴിഞ്ഞു. പക്ഷേ FCRA നിയമ ഭേദഗതി അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് കടുത്ത വിമർശനം കേന്ദ്രത്തിനെതിരെയും BJPക്കെതിരെയും അവർ ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് ഇതൊന്ന് തണുപ്പിക്കാൻ കഴിയുക എന്ന കാര്യമാണ് BJP നേതൃത്വം ഉറ്റുനോക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് LDFനും UDFനും ഒരു പ്രധാനപ്പെട്ട വിഷയമായി FCRA മാറുകയാണ്. വലിയ പ്രതിഷേധത്തിലാണ് എന്തായാലും ക്രൈസ്തവ സഭകൾ. അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വെട്ടിലായിരിക്കുകയാണ് BJPയും. ഒപ്പം എന്തായാലും ഇതൊരു ആയുധമാക്കുകയാണ് UDFും LDFും. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.